ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന പമ്പ മണൽപ്പുറത്തെ പ്രധാന വേദി പൂർണ്ണസജ്ജമായി. 25 രാജ്യങ്ങളിൽ നിന്നായി വിദേശികൾ ഉൾപ്പെടെ 3500 പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. രാത്രിയോടെ മുഖ്യമന്ത്രിയും പമ്പ PWD ഗസ്റ്റ് ഹൌസിലെത്തിയേക്കും. മുഖ്യാതിഥികളായി സംഗമത്തിൽ പങ്കെടുക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ പമ്പയിലെത്തി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഏതാണ്ട് 4000 ചതുരശ്ര അടിയിലധികം വലിപ്പമുള്ള വളരെ വലിയ ഒരു വേദിയാണ്. ഈ വേദിയിലാണ് 3500 പ്രതിനിധികൾ ഇവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നത്. അവർക്കുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുന്ന അവസാനവട്ട ജോലികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. LED സ്ക്രീനുകളും സൗണ്ട് സിസ്റ്റവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങളും ഏതാണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ മുഖ്യമന്ത്രി ഏതാണ്ട് 9:30 കൂടിയാണ് ഇവിടേക്ക് എത്തുന്നത്, ഈ വേദിയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരും വിവിധ സംസ്ഥാനത്ത് തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളികളാവും. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാന വേദിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ, അല്ലാതെ ഉദ്ഘാടന ചടങ്ങിനു ശേഷം 2 സെഷനുകളാണ് ഈ വേദിയിലല്ലാതെ പുറത്ത് നടക്കുന്നത്. ഒന്ന് പമ്പയിലെ തന്നെ ഹിൽ ടോപ്പിലാണുള്ളത്. അവിടെ ഈ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ് നടക്കുന്നത്. ആ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ശബരിമലയിലെ സാധ്യതകൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങളാകും അവിടെ ചർച്ച ചെയ്യുക. ഈ പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. ഉദ്ഘാടന സെഷന് ശേഷം പിന്നീട് ഹിൽ ടോപ്പിലും പമ്പ ഗണപതി കോവിലിന് തൊട്ട് സമീപമുള്ള ശ്രീരാമ സാകേതം ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് 2 സെമിനാറുകൾ നടക്കുന്നത്. ഈ വലിയൊരു പരിപാടി ഒരു ദിവസം മുഴുവൻ ഏതാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ വലിയ പരിപാടിയുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം നോക്കുന്ന പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ് ഈ ദൃശ്യങ്ങൾ എത്തുന്നത്. ഏതാണ്ട് ക്യാമറകളും മറ്റും സജ്ജീകരിച്ച് ഏതാണ്ട് 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പമ്പ മുതൽ സന്നിധാനം വരെ, നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ പോയിന്റുകളായി 8 സെക്യൂരിറ്റി സോണുകളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിക്ക് തൊട്ടരികിൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും വിശദമായി വിവരിക്കുന്ന ബോർഡുകളും ചിത്രങ്ങളും അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ പ്രത്യേക പവിലിയൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പമ്പ ത്രിവേണിയിൽ നിന്നും സിജോ സുധാകരനൊപ്പം നന്ദുഷ S, മീഡിയ 1, പത്തനംതിട്ട.